ദിയാകൃഷ്ണയും കുടുംബവും സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതരായി മാറിക്കഴിഞ്ഞു. കുടുംബവും ബിസിനസ്സും ചേർന്ന തിരക്കുകൾ ഉണ്ടായിട്ടും ദിയ സമൂഹമാധ്യമങ്ങളിൽ തൻ്റെ ബ്രാൻഡിനെ സജീവമാക്കി നിർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ദിയ നടത്തിവരുന്ന ഓബയോസി എന്ന സ്ഥാപനം പ്രീമിയം ഫാൻസി ജുവലറി ആഭരണങ്ങളുടെ വിൽപ്പനയിൽ ശ്രദ്ധിക്കുന്നു. ഇടയ്ക്ക് ഇവിടെ സാരികളുടെ ശേഖരവും ദിയാകൃഷ്ണ ഉൾപ്പെടുത്താറുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന സംരംഭകയാണ് ദിയ. സ്വന്തം നിലയിൽ പണം സമാഹരിച്ചുകൊണ്ടാണ് ദിയ ഇങ്ങനെയൊരു ബിസിനസ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ചത്. ഒപ്പം സഹായത്തിനായി ഭർത്താവ് അശ്വിൻ ഗണേഷും ഉണ്ടാവാറുണ്ട്. IT മേഖലയിൽ തൊഴിലെടുക്കുന്ന യുവാവായിരിക്കെയാണ് അശ്വിൻ ഗണേഷ് ദിയയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. തീർത്തും ഇടത്തരക്കാരനായ തമിഴ് പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമാണ് അശ്വിൻ ഗണേഷ്. അശ്വിൻ്റെ പിതാവ് ഗണേഷും അമ്മ മീനാക്ഷിയും സഹോദരനും സഹോദര ഭാര്യയും അവരുടെ മകളും ചേരുന്നതാണ് അശ്വിൻ ഗണേഷിൻ്റെ കുടുംബം. ദിയയുടെ സെലിബ്രിറ്റി കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ ക്യാമറയുടെ മുന്നിൽ പോലും വരാതെ മാറി നിൽക്കുന്ന സ്വഭാവക്കാരാണ്. ദിയയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കുടുംബമാണ് ഇവരുടേത്. അശ്വിൻ ഗണേഷിൻ്റെ മാതാപിതാക്കളിൽ അമ്മ മീനാക്ഷി വീട്ടിൽ തന്നെ പലഹാരങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ചെറുകിട കച്ചവടം നടത്തിപ്പോരുന്നു. അശ്വിൻ ദിയാകൃഷ്ണ പ്രണയം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ അമ്മയെ പരിചയപ്പെടുത്താൻ അശ്വിൻ ഭാവി വധുവിനെയും കൊണ്ട് പോവുകയും ദിയയുടെ മാർക്കറ്റിംഗ് ബുദ്ധിയിൽ മീനാക്ഷി അമ്മയുടെ ഉൽപ്പന്നങ്ങൾ മീനമ്മാസ് കിച്ചൺ എന്ന ബ്രാൻഡായി മാറി ഓൺലൈനിലൂടെ നിരവധി കസ്റ്റമറെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മീനാക്ഷിയുടെ ബ്രാൻഡ് ഓൺലൈൻ വിപണിയിൽ ലഭ്യമാണ്. ഇക്കഴിഞ്ഞ വർഷം ദിയാകൃഷ്ണ ഒരു മകന് ജന്മം നൽകി. പ്രധാനമന്ത്രി മോദിയുടെ കൈകളാൽ പോലും താലോലിക്കപ്പെട്ട ഊമി എന്ന നിയോം അശ്വിൻ കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ ആരാധകരുള്ള കുഞ്ഞാണ്. മകൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങളിൽ സദാസമയവും ചേർന്ന് നിൽക്കുന്ന പ്രകൃതക്കാരിയാണ് ദിയാകൃഷ്ണ. ഇടയ്ക്ക് തൻ്റെ കച്ചവട സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ ദിയാകൃഷ്ണ വാർത്തകളിൽ ഇടം നേടി. അന്ന് നിയമപോരാട്ടം നടത്തിയാണ് പൂർണ്ണ ഗർഭിണിയായ ദിയയും കുടുംബവും ഇതിൽ നിന്നും പുറത്തു കടന്നത്. ഇടയ്ക്കിടെ ദിയാകൃഷ്ണ കുടുംബ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ചില ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ ചിലതാകട്ടെ ഭാര്യയ്ക്ക് ഭർത്താവ് നൽകേണ്ട സ്ഥാനത്തെക്കുറിച്ചും മറ്റുമാണ് പരാമർശം. ഇതിന് ഭർത്താവ് അശ്വിൻ ദിയയ്ക്ക് നൽകുന്നതിനേക്കാൾ പരിഗണന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുന്നു എന്നും അതിലെ അസ്വസ്ഥതയാണ് ദിയാകൃഷ്ണയുടെ പോസ്റ്റിൽ എന്നുമാണ് വ്യാഖ്യാനം ഉണ്ടാവുന്നു. ദിയയുടെ യൂട്യൂബ് വ്ളോഗുകളെപ്പോലും പലരും വെറുതെ വിടാറില്ല. അതിൽ അശ്വിൻ കൂടിയുണ്ടെങ്കിൽ അശ്വിന് വേണ്ടവിധം പരിഗണന നൽകുന്നില്ല, കൂടുതൽ ചേർത്ത് നിർത്തേണ്ടിയിരിക്കുന്നു എന്ന നിലയിൽ ദിയയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും കമൻറ്റിൽ വിമർശനമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലുള്ള ജീവിതമല്ല അശ്വിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും. അതിനാൽ തന്നെ അവർ സ്ക്രീനിലെ ലൈഫിന് വലിയ പ്രാധാന്യം നൽകുന്നുമില്ല. അത്ര പ്രസക്തമല്ലാത്ത ഫേസ്ബുക്ക് ഫോറങ്ങളിലും ദിയ വിമർശനം നേരിടുന്നു. ഇത് ദിയാകൃഷ്ണയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യക്തിഹത്യയാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരാളുടെ കുടുംബകാര്യത്തിൽ തലയിടുന്നത് എന്തിനെന്ന് ചോദിക്കുന്നവരും ഇവിടെയുണ്ട്.